ഒരു വലിയ മരം ഒറ്റ ദിവസം കൊണ്ടുണ്ടാകുന്നതല്ല. ആഴത്തിൽ വേരുകളിറക്കാനും ആകാശത്തേക്ക് വളരാനും അതിന് സമയമെടുക്കും. നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെയാണ്. ഹലോ കൂട്ടുകാരെ, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എന്റെ മനസ്സിൽ വല്ലാതെ തട്ടിയ ഒരു ചെറിയ കാര്യത്തെക്കുറിച്ചാണ്. നമ്മളിൽ പലർക്കും ചിലപ്പോഴെങ്കിലും തോന്നിയിട്ടുള്ളൊരു തോന്നലില്ലേ, എന്റെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നത്? മറ്റുള്ളവരൊക്കെ ഒരുപാട് മുന്നോട്ടു പോയി, എനിക്ക് മാത്രം എന്താ ഒരു മാറ്റവുമില്ലാത്തത് എന്ന്. ആ ഒരു ചിന്തയിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇത് നിങ്ങൾക്കുള്ളതാണ്. എന്റെ ഒരു സുഹൃത്ത് മായയുടെ കഥ ഞാൻ പറയാം. മായയ്ക്ക് കേക്ക് ഉണ്ടാക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ അവൾ ആത്മവിശ്വാസത്തോടെ ഒരു ചെറിയ ഹോം ബേക്കിംഗ് ബിസിനസ് തുടങ്ങി. തുടക്കത്തിൽ ചെറിയ ഓർഡറുകളൊക്കെ ചെയ്ത് അവൾ വളരെ സന്തോഷത്തിലായിരുന്നു. അങ്ങനെയിരിക്കെ അവൾക്കൊരു വലിയ ഓർഡർ കിട്ടി. അവളുടെ ആ കൊച്ചു ബിസിനസ്സിലെ ഏറ്റവും വലിയ ഓർഡർ. പക്ഷേ അത് പെർഫെക്റ്റ് ആവണം എന്ന അമിതമായ ടെൻഷനിൽ അവൾ അവന്റെ താപനില ശ്രദ്ധിക്കാൻ വിട്ടുപോയി. റിസൾട്ടോ, മണിക്കൂറുകൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ കേക്ക് വെന്ത് കരിഞ്ഞുപോയി. മായ ആകെ തകർന്നുപോയി. ഇനി ഞാനിതിനില്ല, എനിക്കൊന്നിനും കൊള്ളില്ല, എന്റെ ബിസിനസ് ഇവിടെ അവസാനിച്ചു എന്ന് പറഞ്ഞ് അവൾ പൊട്ടിക്കരഞ്ഞു. അപ്പോൾ അവളുടെ അച്ഛൻ അവിടെ വന്നു. ആ കരിഞ്ഞ കേക്കിന്റെ ഉള്ളിലെ കരിയാത്ത കുറച്ചു ഭാഗമെടുത്ത് രുചിച്ചു നോക്കിയിട്ട് അച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പുറം കരിഞ്ഞെങ്കിലും ഇതിന്റെ ഉള്ളിനിപ്പോഴും നല്ല മധുരമുണ്ട് മായേ. ഈ കരിഞ്ഞ ഭാഗം മുറിച്ചു മാറ്റുക, എന്തുകൊണ്ടാണിത് കരിഞ്ഞതെന്ന് മനസ്സിലാക്കുക, അടുത്ത തവണ ചൂട് എത്രയാണെന്ന് കൃത്യമായി സെറ്റ് ചെയ്യുക, എന്നിട്ടൊന്നുകൂടി ശ്രമിക്കുക. അന്ന് ആ കരച്ചിലിനിടയിലും മായ വലിയൊരു പാഠം പഠിച്ചു. ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ അതോടെയെല്ലാം കഴിഞ്ഞു എന്ന് കരുതരുത്. ഇതിൽ നിന്നും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ കഴിയുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് വളർച്ച അഥവാ ഗ്രോത്ത്. മായ ആ തെറ്റിൽ നിന്ന് പഠിച്ചു. നമ്മൾ എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കുന്നതിലല്ല വളർച്ചയുള്ളത്. വളർച്ച എന്നത് നമ്മൾ എത്ര തവണ വിജയിക്കുന്നു എന്നതിലല്ല, മറിച്ച് ഓരോ തവണ വീഴുമ്പോഴും നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കി നമ്മൾ എങ്ങനെ എഴുന്നേൽക്കുന്നു എന്നതിലാണ്. നിങ്ങളുടെ ഇന്നത്തെ പരാജയം നാളത്തെ നിങ്ങളുടെ വിജയത്തിന്റെ അടിത്തറയാണ്. രണ്ടാമത്തേത് ലക്ഷ്യം അഥവാ പേർപ്പസ്. നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് കണ്ടെത്തുക. മായയുടെ ലക്ഷ്യം നല്ല കേക്കുണ്ടാക്കി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നതായിരുന്നു. ആ ലക്ഷ്യം അവൾക്ക് വ്യക്തമായിരുന്നതുകൊണ്ട് ആ കരിഞ്ഞ കേക്ക് അവളെ പൂർണ്ണമായി തളർത്തിയില്ല. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ആ ഒരു ലക്ഷ്യം എന്താണെന്ന് സ്വയം ചോദിക്കുക. അത് വ്യക്തമാണെങ്കിൽ ഇടയ്ക്ക് വരുന്ന ചെറിയ പ്രതിസന്ധികൾ നിങ്ങളെ വഴിതെറ്റിക്കില്ല. മൂന്നാമത്തേത് കാഴ്ചപ്പാട് അഥവാ പെർസ്പെക്റ്റീവ്. എല്ലാം നമ്മുടെ കാഴ്ചപ്പാടിലാണിരിക്കുന്നത്. കരിഞ്ഞ കേക്ക് കണ്ടപ്പോൾ മായയ്ക്ക് അത് തന്റെ തോൽവിയായിരുന്നു. പക്ഷെ അച്ഛന് അതൊരു പുതിയ പാഠവും ഇനിയും മധുരം ബാക്കിയുള്ള ഒരു തുടക്കവുമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ ഒരു അവസാനമായി കാണാതെ പുതിയത് പഠിക്കാനും തിരുത്താനുമുള്ള ഒരു അവസരമായി കാണാൻ നമുക്ക് കഴിയണം. പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നത് നമ്മുടെ ജീവിതത്തെ ഒരുപാട് മാറ്റിമറിക്കും. കൂട്ടുകാരെ, ജീവിതം ഒരു യാത്രയാണ്. ചിലപ്പോൾ നമ്മൾ വഴിതെറ്റിപ്പോകും, ചിലപ്പോൾ വീഴും, ചിലപ്പോൾ മറ്റുള്ളവരെ കണ്ട് നമ്മൾ പിന്നിലാണല്ലോ എന്ന് തോന്നി വിഷമിക്കും. പക്ഷേ ഓർക്കുക, ഓരോ മനുഷ്യന്റെയും ടൈം സോൺ വ്യത്യസ്തമാണ്. മറ്റുള്ളവരുമായി നിങ്ങളെ താരതമ്യം ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ഓരോ വീഴ്ചയും നിങ്ങളെ കൂടുതൽ കരുത്തരാക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ സമയം വരും. അതുവരെ നിങ്ങളുടെ വേരുകൾ ആഴത്തിലിറക്കാൻ ശ്രമിക്കുക. സ്വപ്നങ്ങൾ കാണുക, അതിനായി പുഞ്ചിരിയോടെ പരിശ്രമിക്കുക. നിങ്ങളുടെ ഏറ്റവും മികച്ച പതിപ്പ് പുറത്തു വരാൻ പോകുന്നതേ ഉള്ളൂ. നിങ്ങളെക്കൊണ്ട് ഇതിനൊക്കെ സാധിക്കുമെന്ന് സ്വയം വിശ്വസിക്കുക. സ്നേഹത്തോടെ, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നടക്കുക. നിങ്ങളുടെ ഈ യാത്രയിൽ എന്റെ എല്ലാവിധ പ്രാർത്ഥനകളും കൂടെയുണ്ടാകും. സന്തോഷമായിരിക്കുക.